ഹലോ 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 ആരത്? ദൈവമേ, ഇന്നത്തെ കാര്യവും പോയി. എങ്ങോട്ടാ രാവിലെ തന്നെ? സ്വസ്ഥമായിട്ട് തന്നെ ഒരു കോളേജിന് മുമ്പിൽ പോയിരുന്ന് വായി നോക്കാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോണ്ട കേട്ടാ. ചിഞ്ചു പ്ലീസ്, ഞാൻ ഹോസ്പിറ്റൽ വരെ പോവാ. എന്റെ ഫ്രണ്ടേ ആക്സിഡന്റ് ആയി കിടക്കുക. ആ ഫ്രണ്ടിന്റെ പേര് മഹേഷ് എന്നല്ലേ? അല്ല, അത് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാതെ പിന്നെ ഞാനല്ലേ ശബ്ദം മാറ്റി നിന്നെ വിളിച്ചു പറഞ്ഞത്. മഹേഷിന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞു വിളിച്ച നീയായിരുന്നല്ലേ? അതെ, അവനൊരു ആക്സിഡന്റ് പറ്റിയിട്ടില്ല, ഒരു കുന്തവും പറ്റിയിട്ടില്ല. ഷോക്ക് അടിക്കേണ്ട ടൈം ആയോ എന്നൊരു ഡൗട്ട്. അതെങ്ങനാ? അന്ന് പാർച്ചേച്ച് നീരജിന്റെ തലക്ക് അടിച്ചത് പോലെ. ചിഞ്ചു, നീ ആവശ്യത്തെ കാര്യം തന്നെ ഓർപ്പിക്കല്ലേ. ഓർക്കുമ്പോഴേ മേലാകെ പൂത്ത് കയറുക. അയ്യടാ, പൂക്കാൻ വരട്ടെ. പിന്നെ എങ്ങനെ എന്റെ കാര്യം? എന്റെ ചിഞ്ചു, അവനെ കൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുത്താനുള്ള എന്റെ പരിശ്രമം മൊത്തം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ ആഞ്ഞു പിടിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സമയം താ. ഇനി നിക്കാൻ സമയമില്ല, വേഗം തീരുമാനം പറ. തിരക്കാണേ പൊക്കോട്ടോ, നമുക്ക് പിന്നെ കാണാം. അയ്യടാ, എനിക്ക് അങ്ങോട്ട് പോകാൻ തിരക്കുണ്ടെന്നല്ല പറഞ്ഞത്. നിനക്ക് ഇനി ശരിയാക്കി തരാൻ സമയമില്ല എന്നാ പറഞ്ഞത്. ഓ അങ്ങനെ ഒരു ഐഡിയ. വർക്ക്ഔട്ട് ആവുന്നാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങിട്ട് അടുത്തത് പറ. നീ ആദ്യം കേക്ക്, കട്ടിങ്സ് ഒക്കെ പിന്നീട് പോരെ? എന്നാ പറ. ഇന്ന് കോഫി ഷോപ്പില് ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. സാറയ്ക്ക് പകരം പുതിയൊരു മാനേജറെ അവർ നോക്കുന്നുണ്ട്. നീ ആ ഇന്റർവ്യൂവിന് പോകണം. മിക്കവാറും മുൻപരിചയമൊക്കെ വെച്ച് നിന്നെ തന്നെ എടുക്കാനുള്ള സാധ്യത. അയ്യോ, നല്ല അടിപൊളി ഐഡിയ. താങ്ക് യു തടിയാ. എന്ന് ഞാൻ ഇപ്പൊ തന്നെ പോവാ. പൊക്കോ, എന്നാ വേഗം പൊക്കോ. പോകുന്നതിന് മുമ്പ് താക്കോലൊന്ന്. അതിനാര് പോകുന്നു? നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നേ? എന്റെ ദൈവം, ഈ കുരിശ് എന്നെ കൊണ്ടേ ചേട്ടാ, വണ്ടി വിട്. ഓ മോനെ ടോണി, ആത്മരക്ഷാർത്ഥത ചെയ്യണേ. എന്നോട് ക്ഷമിക്കണേ. തടിയാ, വണ്ടി വിടാടാ. എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ വിടാ. ഈ ആണായാലും പെണ്ണായാലും നമുക്ക് പ്രശ്നമല്ല. നന്നായി പെർഫോം ചെയ്യുന്നവരുടെ മാത്രം പേര് നോട്ട് ചെയ്ത് മതി. ഒരബദ്ധം പറ്റിയടാ മക്കളെ. എന്താ? എടാ, നമ്മുടെ ജോർജ് ഊട്ടിച്ചായന്റെ റബ്ബർ ഓട്ടത്തിലൂടെ 5-6 ആളിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ ഇന്റർവ്യൂ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് നടത്തിയാലേ? ആദ്യം പറഞ്ഞ കാര്യത്തില് ചില മാറ്റങ്ങളൊക്കെ ആകാട്ടോ. ഏത്? മാക്സിമം പെൺകുട്ടികളെ സെലക്ട് ചെയ്താൽ മതി. അവർക്കാകുമ്പോൾ ഉത്തരവാദിത്തം കൂടും, നിനക്ക് പണിയും കൂടും അല്ലേ? എടേ, ഇനിയിപ്പൊ അതിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടും കൂടെ അടികൂടല്ലേ. നിങ്ങൾ ആദ്യത്തെ ആളിനെ വിളി, ഇന്റർവ്യൂ തുടങ്ങാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അമൽ ഹോട്ടൽ മാനേജ്മെന്റിൽ 2 ഇയർ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തല്ലേ? യെസ് സർ. അമൽ, വാട്ട് ഈസ് എ ഹോട്ടൽ? Hotel is a place which providing food and accommodation. എന്താ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം? Because my passion is hotel management. I like this hotel management is good improving. ഓക്കെ, ഗുഡ്. ഓക്കെ അമൽ, പുറത്ത് വെയിറ്റ് ചെയ്യൂ, പറയാം. ഓക്കെ സർ. എങ്ങനെയുണ്ട് പയ്യൻ? പോരാട്ടാ, അവനൊരു കുന്തളിപ്പില്ലടേ, ഒരു ശശി. അതെ, ഒരു ഉഷാറില്ലാത്ത ചങ്ങായി. അടുത്ത് നോക്കാം. നെക്സ്റ്റ്. യവൻ നടനടേ, നടൻ. വേറൊരു ഗുണവും ഇല്ല. നെക്സ്റ്റ്. ഈ വളഞ്ഞമ്പലത്ത് എവിടെയാ വീട്? കുറച്ചകത്താ. ഓക്കെ, അപ്പൊ ഈ നമ്പര്, ഫോൺ നമ്പര് ഇതിലുള്ളതല്ലേ? ഉണ്ട്, അച്ഛൻ്റെയാ. ശരി, പറയാം. വെയിറ്റ് ചെയ്യൂ. താങ്ക് യു സർ. എന്ത് പണിയാണത്? നിന്റെ കല്യാണത്തിന് വേണ്ടി ഇന്റർവ്യൂ നടത്തുന്നല്ലോ ഇവിടെ, മനസ്സിലായോ? ഞാൻ കരുതി ഇതിന്റെ കൂട്ടത്തിൽ പിന്നെ അതും കൂടെ അങ്ങ് നടക്കട്ടെ. ഡൈ, തമാശ കറുത്ത് കേട്ടാ, ഇതൊരുത്തന് പണി കൊടുക്കാനുള്ള കളിയാണ്. നീ കിടന്ന അലമ്പല്ലേ.
എങ്ങനെയുണ്ട്? നെക്സ്റ്റ്